കൊല്ലത്ത് ഒരു SNDP സ്കൂളിൽ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ഫ്രീ കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ യൂട്യൂബ് ഇങ്ങനെ സെർച്ച് ചെയ്യും. അപ്പോൾ അത് മാത്രമല്ല, ഞങ്ങൾ മെയിനായിട്ട് ഹിന്ദുക്കളാണെങ്കിലും യേശുവിനെ പണ്ട് തൊട്ടേ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കൃപാസനത്തിൻ്റെത് ഇങ്ങനെ വന്ന്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നതിനൊരു കാരണം വേണമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ എല്ലാം കണ്ടിങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഞാൻ ഇങ്ങനെ എൻ്റെ വീട്ടിലൊരു തിരുഹൃദയമുണ്ട്. അപ്പോൾ ആ തിരുഹൃദയത്തിനകത്ത് നല്ല ഭംഗിയുള്ളൊരു ബട്ടർഫ്ലൈ വന്നിരുന്നു. അപ്പം ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മോളേതോ ബട്ടർഫ്ലൈ വന്നിരിക്കുന്നു, എനിക്കെന്തോ തോന്നുന്നു, എനിക്ക് മാതാവിനെ ഓർമ്മ വരുന്നു, എനിക്ക് കൃപാസനത്തിൽ പോകണമെന്ന്. അപ്പം മോള് ചോദിച്ചു, അമ്മച്ചി 10 മണിയായില്ലേ, ഇനിയിപ്പോൾ എങ്ങനെയാണ് കൃപാസനത്തിൽ പോകുന്നത്? ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിഞ്ഞൂടാ, എനിക്ക് കൃപാസനത്തിൽ പോകണം. അങ്ങനെ ഞാൻ മോളുടെ അടുത്ത് പറഞ്ഞു, മോൾ ട്രെയിൻ നോക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മച്ചി 10:45 ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞ്. ഞങ്ങൾ കടവൂരിന്ന് 10:45 ഞാൻ വണ്ടി എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എന്തായാലും ആ ട്രെയിൻ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളിവിടെ വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് പോയി. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത മാസവും ഞങ്ങൾ വരണമെന്ന് തോന്നി. ഞങ്ങൾ വീണ്ടും വന്ന് പ്രാർത്ഥിച്ച് പോയി. ഞാൻ അന്നിവിടെ വന്നത് എൻ്റെ ബ്രദറിൻ്റെ ഒരു സൗഖ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് സൗഖ്യമായി. ടൈൽസിൻ്റെ പ്രശ്നമായിരുന്നു, പക്ഷേ അത് വേറെയുള്ളൊരു അസുഖത്തിലോട്ട് പോകുമെന്ന് ആ ഒരു രീതിയിലാണ് റിസൾട്ടുകളെല്ലാം പറഞ്ഞിരുന്നത്. അപ്പം ഞാനിവിടെ നിലയും വിളിച്ചും കൊണ്ട് ഞാനന്ന് റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പം ട്രെയിനില്ല. അപ്പം റിസർവേഷൻ ചെയ്തു വന്ന ട്രെയിനുകൾ ഒരു ട്രെയിനേ ഉള്ളൂ. അപ്പം ഞാൻ ആ TTയോട് ചോദിച്ച്, സാറേ എനിക്കൊരു ടിക്കറ്റ് തരുമോ? ഞാൻ എത്ര രൂപ വേണമെങ്കിലും തരാം. അപ്പോൾ TT പറഞ്ഞ്, അതിനെന്താ, എവിടെ പോകാനാ? ഞാൻ ചോദിച്ചു, ആലപ്പുഴ കൃപാസനത്തിൽ പോകാനാ സാറേ എന്ന് പറഞ്ഞു. പറഞ്ഞ് 400 രൂപയാവുമെന്ന് പറഞ്ഞു. ഞാൻ അതിന് മുന്നേ 7:30 ട്രെയിൻ 70 രൂപ ടിക്കറ്റിന് ഞാൻ ഒരെണ്ണം എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിന് മുന്നേ ഇവിടെ എത്തണം, കാരണം എൻ്റെ ബ്രദർ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇവിടുന്ന് കാറിൽ ട്രിവാൻഡ്രത്ത് പോകാനിരിക്കുന്നു. അപ്പോൾ അവർക്ക് മുന്നേ എനിക്കിവിടെ എത്തണം. ഞാൻ 400 രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുത്ത് ആ ട്രെയിന് പിടിച്ച് ഞാനിവിടെ വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി. അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. ഞാനിവിടെ ചോദിച്ച് പറഞ്ഞൊക്കെ വന്നപ്പം പറഞ്ഞ് ഇങ്ങനെ ഉടമ്പടി എടുക്കുന്ന കാര്യം പറഞ്ഞ്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് മുകളിലോട്ട് കയറിയപ്പം ഒരു ഐശ്വര്യമുള്ളൊരു അമ്മ, ഞാൻ ആ സ്റ്റെപ്പിലിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച്, മോൾ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞ്, അമ്മ എനിക്ക് ഒരു ബ്രദറേ ഉള്ളൂ, അപ്പം എൻ്റെ ബ്രദറിന് സുഖമില്ല, ഇന്ന് വലിയൊരു അസുഖത്തിന് ഓപ്പറേഷന് പോയിരിക്കുക, എനിക്കെൻ്റെ ബ്രദറിന് ഒരു അസുഖവും ഇല്ല എന്ന് തെളിഞ്ഞ് ഒരാഴ്ചത്തെ മരുന്ന് കൊടുക്കണേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ നിലവിളിച്ച്. അപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞ്, നീ അമ്മയുടെ മണ്ണിലല്ലേ ചവിട്ടിയത്, നിൻ്റെ ബ്രദറിന് ഒരസുഖവും വരില്ല, നീ അമ്മയോട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. പക്ഷെ പിന്നെ ഞാൻ ഒരിക്കലും അമ്മയെ കണ്ടിട്ടില്ല. അന്ന് മാത്രമേ എനിക്ക് അമ്മയുടെ ദർശനം കണ്ടിട്ടുള്ളൂ. അതെൻ്റെ ഒന്നാമത്തെ സൗഖ്യം. അത് ഉടമ്പടി എടുത്ത് ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഞാൻ പറയുക, ഇതാരാ എന്നെ പ്രാർത്ഥിക്കാനും സമ്മതിക്കില്ലേ, എന്നെ ആരാ ഈ വിളിക്കുന്നതെന്ന്. പക്ഷേ എൻ്റെ ബ്രദർ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിട്ട് പറയുക, ഡേ നീ പ്രാർത്ഥിച്ചില്ലേ, അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ല, ഒരാഴ്ചത്തെ മരുന്ന് കഴിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടുവന്നു. അങ്ങനെ എൻ്റെ ആങ്ങളയ്ക്ക് വലിയൊരു സൗഖ്യം എൻ്റെ മാതാവ് കൊടുത്തു. അതാണ് ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കാനുള്ള ആദ്യത്തെ കാരണം. പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങൾ ഒന്നും മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, വെച്ചതേ ഉള്ളൂ. പക്ഷേ അതൊന്നും നടന്നില്ല. എനിക്കതിനകത്തൊന്നും പരാതിയില്ല. പക്ഷേ വെക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മാതാവ് നടത്തുന്നു. എൻ്റെ മോൾക്ക് ഒരു 5 വർഷമായിട്ട് ഇവൾക്ക് ഭയങ്കരമായിട്ട് പേടിയുള്ള കൂട്ടത്തിലാണ്. അവളിങ്ങനെ ഒന്ന് ഇരുട്ട് വരണം, അല്ലെങ്കിൽ നമ്മളൊന്ന് ദേഷിച്ച് വർത്താനം പറഞ്ഞാൽ അപ്പോഴും പേടിക്കും. വാ തുറന്നിങ്ങനെ അങ്ങ് ഇരുന്ന് പോവും, ശ്വാസം കിട്ടത്തില്ല. അപ്പം നമ്മൾ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനും ട്രിപ്പും എല്ലാം ഇട്ടിട്ടാണ് അയാളെ കൊണ്ടുവരുന്നത്. അതൊരു ഭയങ്കര ഒരു അസുഖം വെച്ചാൽ നമുക്ക് പേടിച്ചിട്ട് പോവും, എന്ന് വെച്ചാൽ കിട്ടാതെ ഇങ്ങനെ കണ്ണും തള്ളി ഇരിക്കുമ്പോഴത്തേക്ക്. പക്ഷേ 5 വർഷത്തിന് കൊണ്ട് ഞങ്ങളത് ഭയങ്കരമായിട്ട് നിൽപ്പി അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞങ്ങൾ വേറൊരു വീട് വാങ്ങിച്ച്. അപ്പോൾ ഇവൾ രാത്രി മേളിൽ ഒറ്റയ്ക്കായിരുന്നു കിടന്നത്. അന്ന് കറണ്ട് പോയപ്പോൾ ഇവൾ വന്ന് കതവിനെ തട്ടുന്ന സൗണ്ട് കേട്ട് ഞങ്ങൾ എന്തോ പേടിച്ചിട്ട് ഞങ്ങളും കതവ് തുറന്ന് നോക്കിയപ്പം എങ്ങനെ മേളിൽ നിന്ന് ആൾ താഴെ വന്നെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. വന്ന് ഇങ്ങനെ വന്ന് നിൽക്കുക.
ഞാൻ പറയാം, അയ്യോ ഇത് എവിടെ കൊണ്ടുപോകും, രാത്രി ആയല്ലോ, ഇനിയിപ്പോൾ സ്കൂട്ടറിൽ എങ്ങനെ കൊണ്ടുപോകും, എനിക്ക് പേടിയാവുന്നു. അപ്പോൾ ഉടനെ മോളുടെ പപ്പ എൻ്റെ അടുത്ത് പറയാം, നീ എന്തിനാ പേടിക്കുന്നേ, നിൻ്റെ കയ്യിൽ ഉടമ്പടി തൈലമില്ലേ, നീ വേഗം അതെടുത്ത് മോൾക്ക് തടവി കൊടുക്കുന്നു. ഞാൻ വേഗം ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ മോളുടെ നെറ്റി കുരിശ് വരച്ച് എൻ്റെ മോൾക്ക് നെഞ്ചത്ത് തടവി കൊടുത്തു. ഇന്ന് വരെയും പിന്നെ എൻ്റെ മോൾക്ക് ആ സുഖം വന്നിട്ടില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പോലും എൻ്റെ മോൾക്ക് വന്നിട്ടില്ല. അങ്ങനെ മാതാവ് അങ്ങനെ ഒരു സൗഖ്യം തന്നു. അതിനുശേഷം എൻ്റെ ഇടത്തെ ബ്രസ്റ്റിന് ഒരു തടിപ്പ് പോലെ വന്നു. അപ്പം ഞാൻ ആകെ ഭയന്നു പോയി. എനിക്കാകെ പടിയൊരു മോളേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച്, മാതാവേ എൻ്റെ മോൾക്ക് ആരും ഇല്ലാതാക്കല്ലേ. ഞാൻ ഒരുപാട് കരഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു, ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തിട്ട് അപ്പം വെറുതെ ഞാൻ ഇങ്ങനെ ഒന്ന് ചൊറിഞ്ഞത് മാത്രമേ അറിയുള്ളൂ. പക്ഷേ അവിടെ ഇങ്ങനെ തടിച്ചിട്ട് ചുമന്ന് ഭയങ്കരമായിട്ട് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ തടിപ്പും കണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിട്ടായിരിക്കും ഇങ്ങനെ വന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു, എന്തായാലും ഒരാഴ്ചത്തെ മരുന്ന് കഴിച്ചിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇനിയും ഉണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട്, വേദനയും എല്ലാം ഉണ്ട്. ഞാൻ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി. അച്ഛനൊരു കാശ് രൂപം തന്നു. ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ആക്കി പ്രാർത്ഥിച്ച്, മാതാവേ ഇനി എന്നെ ആ ഹോസ്പിറ്റലിലോട്ട് കിടത്തരുതേ, എൻ്റെ അസുഖം ഇനിയും ഒന്നും എനിക്ക് കാണണ്ട എന്ന് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് എൻ്റെ മാതാവ് എനിക്ക് സൗഖ്യം തന്നു. അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഇതൊന്നും എൻ്റെ നിയോഗത്തിലുള്ളതല്ല, എല്ലാം എൻ്റെ മാതാവ് എനിക്ക് കാണിച്ചു തരുന്നതാണ്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഓരോന്നും മാതാവ് കാണിച്ചു തരാറുണ്ട്. പിന്നെ ചെറുതും വലുതുമായിട്ട് ഒരുപാടുണ്ട്. അതൊന്നും നമുക്കിപ്പോൾ പറയാൻ ഒക്കത്തില്ല, അത്രയ്ക്ക് അനുഭവങ്ങൾ. കാരുണ്യ പ്രവർത്തനങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വചനം, ഞാനൊരു ഹിന്ദുവാണ്. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നുവെങ്കിൽ ഭൂമിയിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. എനിക്ക് ഈ വചനം ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ കർത്താവിനെ ഞാൻ വഹിക്കുന്നത് കൊണ്ട് എന്നെ എല്ലാവരും ഭയപ്പെടും. ആ ഒരു ചിന്തയിലാണ് ഞാൻ എപ്പോഴും നടക്കുന്നത്. കാരുണ്യ പ്രവൃത്തികൾ ഞാനിവിടെ 10 കെട്ട് പത്രം വരെ വാങ്ങിച്ചുകൊണ്ട് പോയ മാസങ്ങളുണ്ട്. അങ്ങനെ എല്ലാ മാസവും ഞാനിവിടെ വരാറുണ്ട്. 1-ൽ കൂടുതൽ പത്രങ്ങളാണ് ഞാൻ വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഒരനാഥാലയത്തിലല്ല, എനിക്ക് തോന്നുമ്പോഴെല്ലാം ഞാൻ നിൽക്കുന്ന നിപ്പിൽ തന്നെ ഞാൻ അങ്ങ് അനാഥാലയങ്ങളിൽ പോവും. അവരെ കാണണമെന്ന് തോന്നുമ്പോഴെല്ലാം പോയി അവർക്ക് വേണ്ടുന്ന ഫുഡെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും, അതല്ല കാശാണെങ്കിൽ അത് കൊടുക്കും. പിന്നെ കൃപാസനത്തിൽ വരുമ്പം ഇവിടുത്തെ ചാരിറ്റിയിൽ ഞാൻ കാശ് അടച്ചിട്ടേ കയറാറുള്ളൂ. പിന്നെ ഞാൻ ഹോസ്പിറ്റലുകളിൽ പോകാറുണ്ട്. അത് ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. കാര്യം ഫുഡ് തയ്യാറാക്കി ഞാൻ കൊടുക്കുമായിരുന്നു. ആ വഴിയിലൊക്കെ ഇരിക്കുന്നവരെ കാണുമ്പം കൊടുക്കാറുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഫുഡ് ഉണ്ടാക്കി ഞാൻ തന്നെ പാചകം ചെയ്താണ്. ഞാൻ 12:30 ആവുന്നതിന് മുമ്പേ ഞാൻ ഹോസ്പിറ്റലിൽ പോവും. അവർ പേടിച്ച് കഴിക്കുന്നതിന് മുമ്പേ ഞാൻ കൊണ്ടുചെന്ന് അവർക്ക് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ പത്രം കൊടുക്കുന്ന ഞാൻ വേറൊരു സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. സ്കൂട്ടർ എടുത്തു കഴിഞ്ഞാൽ പ്രതിഷീകരണ പ്രാർത്ഥന വിശ്വാസ പ്രമാണം ചൊല്ലിപ്പോവും. അതുപോലെയാണ് എനിക്കും. പത്രവും കൊണ്ട് ഞാനിങ്ങനെ ഈ ലോകം മൊത്തവും പോകുമ്പോഴെല്ലാം ഞാൻ വിശ്വാസ പ്രമാണവും പ്രതിഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയേ ഞാൻ നടക്കാറുണ്ട്. അതെനിക്കൊരു ബലമാണ്. അമ്മയുടെ പ്രതിഷീകരണ പ്രാർത്ഥന എത്രത്തോളം ചെല്ലുന്നോ എനിക്ക് അത്രയും സന്തോഷമാണ്. പിന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഒന്ന് പറഞ്ഞ് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരുന്നു. ഇപ്പം സ്കൂളിലെല്ലാവരും ചോദിക്കുന്നത്, ചേച്ചി തന്നെയാണോ ഇതെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരെന്ത് സംസാരിച്ചാലും, മറ്റേതങ്ങനല്ല, എല്ലാവരും ഗ്രൂപ്പായിട്ടിരുന്ന് പരദൂഷണം പറച്ചിലായിരുന്നു. ഏത് സ്ഥാപനമായാലും അങ്ങനെയാണ്. ഫ്രീ കിട്ടുമ്പോൾ എല്ലാവരും പരദൂഷണം പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ ആര് സംസാരിക്കാനിരുന്നാലും ഞാൻ അവരുടെ ഇടയിൽ ഇരിക്കാറില്ല. അങ്ങനെ സംസാരിക്കുന്നവരടുത്ത് അങ്ങനെ ചോദിക്കുകയും ചെയ്യാറുണ്ട്, എന്തിനാണ് അങ്ങ് പറയുന്നത്, അവരവരുടെ കാര്യം തിരക്കട്ടെ. ഇങ്ങനെ പറയാനുള്ളൊരു മനസ്സ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആരോടും പറയാതിരിക്കാനുമുള്ള മനസ്സും ശ്രമിക്കുന്നു. വചന ഹിന്ദുവാണ് ഞാൻ. എങ്കിലും ഇവിടെ ഉടമ്പടി എടുത്തത് മുതൽ എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ബൈബിള് വാങ്ങിച്ചെന്ന് വെച്ചാൽ അരമണിക്കൂറല്ല, എനിക്ക് എത്രയോ സമയം തോന്നുന്നോ അത്രയും സമയം ഞാൻ ബൈബിള് വായിക്കാറുണ്ട്. പിന്നെ ഞാൻ ജപമാല അത് ഫ്രീ
ഒരുപാട് സമയം സ്കൂളിൽ കിട്ടാറുണ്ട്. അപ്പോൾ ആ കിട്ടുന്ന സമയമെല്ലാം ഞാൻ ഇത് ജപമാല ചൊല്ലിക്കൊണ്ടാണ് നടക്കുന്നത്. പിന്നെ ഒരു ആഴ്ച പോലും ഞാൻ ഉടമ്പടി അച്ഛൻ്റെ ധ്യാനം കാണാതിരിക്കത്തില്ല. കാരണം മൊബൈൽ ഫോൺ പോക്കറ്റിലിട്ടിട്ട് ഇയർഫോൺ കുത്തിക്കൊണ്ട് നടന്നാണ് ഞാൻ അച്ഛൻ്റെ ധ്യാനം കേൾക്കുന്നത്. HM പ്രിൻസിപ്പൾ ആരെങ്കിലും വരുവാണെങ്കിൽ അത് ഊരി അങ്ങ് പോക്കറ്റിടും. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി ധ്യാനം കേൾക്കുന്നത്. കാരണം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമുക്ക് വർക്കിംഗ് ഡേ അല്ലേ. അങ്ങനെ ഒരു ദിവസം പോലും ഞാൻ മുടങ്ങാറില്ല. ആ ഉടമ്പടി ധ്യാനം ഞാൻ എൻ്റെ ഫോണിലുള്ള എല്ലാ ആളുകൾക്കും കഴിയുന്ന എന്ന് വെച്ചാൽ നമ്മൾ അവഗണിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അവരോട് നമ്മൾ അത്ര ഇത് കാണിക്കാറില്ല. അല്ലാതെ നമ്മളെ ഇത് സ്വീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കെല്ലാം ഞാനിത് അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് കേട്ട് എല്ലാ ദിവസവും ഞാൻ 3 മണിക്കാണ് ഉണരുന്നതെങ്കിൽ ആ 3 മണിക്ക് ഞാനങ്ങ് അയക്കും. അപ്പോൾ പിറ്റേന്ന് ചെല്ലുമ്പം അവരൊക്കെ ചോദിക്കും, ഇയാൾക്ക് എന്താടെ ഉറക്കമില്ലയോ എന്ന് ചോദിക്കും. കാര്യം ഞാൻ ഉണരുമ്പോഴേ എടുക്കുന്നത് ഇന്നത്തെ എൻ്റെ ബൈബിൾ വചനം എന്താണ്, ഇന്ന് ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ആ ബൈബിള് വചനം നോക്കിയിട്ടാണ് ഞാൻ. അപ്പോൾ എന്തെങ്കിലും വിഷമമുള്ളതെന്ന് ഞാൻ പറയോ മാതാവേ എന്ത് ഞാൻ ചെയ്തോ വല്ല തെറ്റും ചെയ്തോ എന്ന് ഞാൻ ചോദിക്കും. എനിക്ക് അനുകൂലമല്ലാത്തൊരു വചനം കിട്ടിയാൽ ഞാൻ ചോദിക്കും, ഇന്ന് എന്താണ് മാതാവേ ഇങ്ങനെ വന്നത്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കും. അങ്ങനെ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എല്ലാ ദിവസവും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പുറപ്പാട് 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ